പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ അമേരിക്കയും നാറ്റോ ശക്തികളും നടത്തുന്ന നീക്കങ്ങൾക്ക് മുന്നിൽ അല്പം പോലും വഴങ്ങില്ല എന്ന ഉറച്ച സന്ദേശമാണ് ഇറാൻ ലോകത്തിനു മുന്നിൽ നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ ആവശ്യമെങ്കിൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പോരാട്ടം തുടരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും തങ്ങൾക്ക് നേരെയുള്ള അന്യായമായ ഉപരോധങ്ങൾക്കുമെതിരെ അതിശക്തമായ പ്രതിരോധമാണ് ടെഹ്റാൻ ഉയർത്തുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ ലംഘിച്ചതോടെയാണ് ഇനി യാതൊരുവിധ അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയത്. ഇറാൻ നയതന്ത്ര രംഗത്തും സൈനിക രംഗത്തും ഒരുപോലെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടിയാണ് ഹോർമൂസ് കടലിടുക്കിലെ കർശന നിയന്ത്രണങ്ങൾ. തങ്ങളുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്നതും തന്ത്രപ്രധാനവുമായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും തങ്ങളുടെ സമ്പൂർണ്ണ അധികാര പരിധിയിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി രംഗത്തു വന്നു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഇറാന് സാധിച്ചിട്ടുമുണ്ട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് ഈ പാത തുറന്നു കൊടുക്കില്ല എന്നും ഇറാന്റെ ന്യായമായ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഒരു പാശ്ചാത്യ കപ്പലും ഇവിടെ സുരക്ഷിതമായി യാത്ര നടത്തില്ല എന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ സൈനിക നീക്കത്തിനും തുല്യവും അതിശക്തവുമായ മറുപടി നൽകാൻ ഇറാന്റെ ഡ്രോൺ, മിസൈൽ സാങ്കേതിക വിദ്യകൾക്ക് സാധിച്ചിട്ടുമുണ്ട്. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ സുരക്ഷാ ഭീഷണിയും ഇറാന്റെ മിസൈൽ ആക്രമണ സാധ്യതയും ഭയന്ന് അമേരിക്കൻ പ്രസിഡന്റിന് വിമാനം പോലും മാറിക്കയറേണ്ടി വന്നു എന്നത് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് അമേരിക്കൻ ക്യാമ്പിലെ പരിഭ്രാന്തിയാണ് വെളിവാക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയൊരു ഇന്ധനക്ഷാമത്തിലേക്കും എണ്ണ വില കയറ്റത്തിലേക്കും നീങ്ങുന്നത്. അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ റിസർവ് എണ്ണ ശേഖരം അതിവേഗം തീരുകയാണ്. പരമ്പരാഗത കപ്പൽ പാതകൾ അടച്ചുകൊണ്ട് ഇറാൻ സ്വീകരിച്ച നയതന്ത്രപരമായ നിലപാട് പാശ്ചാത്യൻ സാമ്പത്തിക ശക്തികളുടെ നട്ടെല്ലിനെയാണ് ബാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിനും അധിനിവേശ മോഹങ്ങൾക്കും ഏറ്റവും ഒടുവിലത്തെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇറാൻ തീരത്ത് നാവിക ഉപരോധം തീർക്കാനെത്തിയ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി പടക്കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കനിൽ അമേരിക്കൻ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി 7 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകത്തെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിനും അസഹനീയമായ ജീവിത സാഹചര്യങ്ങളും കാരണം സൈനികർ തമ്മിൽ പരസ്പരം മൂർച്ചയുള്ള ആയുധങ്ങളും കത്തികളും കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്ന് ഇറാന്റെ പ്രമുഖ മാധ്യമമായ തസ്ലീം ന്യൂസ് വെളിപ്പെടുത്തുന്നു. US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാൻഡ് കൂപ്പറിന്റെ ഉപദേഷ്ടാവ് സൈനികരെ അഭിസംബോധന ചെയ്യാൻ എത്തിയപ്പോൾ കോപാകുലരായ സൈനികർ അദ്ദേഹത്തിന് നേരെ വെള്ളക്കുപ്പികൾ വലിച്ചെറിയുകയും തുടർന്ന് കപ്പലിൽ കടുത്ത സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയുമായിരുന്നു. വൻ ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട അധപ്പതനത്തിനാണ് അറബിക്കടൽ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ തീരത്തേക്ക് കടന്നുകയറാൻ ശ്രമിച്ച അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം കടലിൽ തന്നെ കെട്ടിയിട്ടുകൊണ്ട് അവരുടെ വിഭവങ്ങളും മാനസിക ആരോഗ്യവും തകർക്കുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ ഇവിടെ പയറ്റിയത്. പരമാവധി 6 മാസം വരെ കടലിൽ തുടരേണ്ട സൈനികരെ 260 ദിവസത്തിലധികം അനിശ്ചിതത്വത്തിൽ നിർത്തിയപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ ഘടന തന്നെ തകർന്നു. മോശം ഭക്ഷണവും ശുചിത്വമില്ലായ്മയും രോഗങ്ങളും കാരണം സ്വന്തം സൈനികർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് അമേരിക്കൻ ക്യാമ്പ് കൂപ്പുകുത്തി. സ്വന്തം പട്ടാളക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു രാജ്യം ലോക സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്നതിലെ വൈരുദ്ധ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തങ്ങളുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന നീക്കങ്ങൾ ജനീവ കൺവെൻഷന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനവും യുദ്ധക്കുറ്റവുമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിക്കുന്നു. വിദേശ അധിനിവേശങ്ങൾക്കെതിരെ ഒട്ടും ഭയമില്ലാതെ തങ്ങളുടെ പരമാധികാരവും വിഭവങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഒമാനുമായി ചേർന്ന പുതിയ കപ്പൽ പാതകൾ നിർണ്ണയിക്കുന്ന കാര്യത്തിലും വൻ ശക്തികളുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം നിബന്ധനകളിൽ മാത്രം ചർച്ചകൾക്ക് തയ്യാറാകുന്നതിലും ഇറാന്റെ നയതന്ത്രപരമായ വിജയം ദൃശ്യമാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ ധീരമായ പ്രതിരോധം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മാത്രമല്ല വരും ദിവസങ്ങളിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല.
അമേരിക്ക വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇത്തവണ ചിത്രം പഴയതുപോലെയല്ല. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഏകപക്ഷീയമായ അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തലകുനിക്കാത്ത ആത്മാഭിമാനത്തോടെ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ വീര്യമാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നും ടെൽ അവീവിൽ നിന്നും ഉയരുന്ന യുദ്ധഭീഷണികൾക്ക് അതിശക്തമായ മറുപടിയാണ് ടെഹ്റാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നത് വരെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പോരാട്ടം തുടരുമെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രഖ്യാപനം വെറുമൊരു വാക്കല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാന്റെ ഈ നീക്കങ്ങളെ കടന്നാക്രമണമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അത് തങ്ങളുടെ സ്വന്തം മണ്ണും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള നിയമാനുസൃതമായ പ്രതിരോധമാണ് എന്ന് ഇറാൻ പലവട്ടങ്ങളിലായി ലോകത്തിന് മുന്നിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം എപ്പോഴും അശാന്തി മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ചാണ് ഇറാൻ എന്ന രാജ്യം ഇന്ന് തങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് എന്നതാണ് ഓർക്കേണ്ടത്. വെടിനിർത്തൽ ധാരണകൾ പാലിക്കുന്നതിൽ അമേരിക്കയും സഖ്യകക്ഷികളും വരുത്തിയ വഞ്ചനയാണ് ഇറാനെ വീണ്ടും കടുത്ത നിലപാടുകളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ചർച്ചകളുടെ മേശപ്പുറത്ത് സമാധാനം പറയുമ്പോഴും പശ്ചാത്തലത്തിൽ ഉപരോധങ്ങളും ആക്രമണങ്ങളും ശക്തിപ്പെടുത്തുന്ന അമേരിക്കൻ തന്ത്രം ഇനി ചെലവാവില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. വിദേശ ശക്തികളുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ടെഹ്റാൻ തീരുമാനിച്ച നിമിഷമാണ് ഈ യുദ്ധത്തിന്റെ വഴിത്തിരിവായി മാറിയത്. ഈ പോരാട്ടത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്രപരമായ ആയുധം എന്നത് ഹോർമൂസ് കടലിടുക്കിലെ അവകാശങ്ങളും നിയന്ത്രണവുമാണ്. ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ സമുദ്രപാതയാണ് ലോകത്തിലെ മുഴുവൻ ഇന്ധന ഞരമ്പ് എന്ന് പറയുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലുകളിലാണ് ദിവസവും ഇതുവഴി കടന്നുപോയിരുന്നത്. എന്നാൽ തങ്ങളെ സാമ്പത്തികമായി തെരുവിലേക്ക് ഇറക്കി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇറാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണമായ സംരക്ഷണവും നിയന്ത്രണവും പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെയും ഇറാന്റെയും കൈകളിലാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ തങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കാതെ ഈ വഴിയിലൂടെ ഒരു പാശ്ചാത്യ കപ്പലും സുരക്ഷിതമായി കടന്നു പോകില്ല എന്ന് ഇറാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. നിലവിൽ പ്രമുഖ മാരിടൈം ഇന്റലിജൻസ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നൂറുകണക്കിന് കപ്പലുകൾ മുൻപ് കടന്നുപോയിരുന്ന പരമ്പരാഗത പാതയിലൂടെ ഇപ്പോൾ ഒറ്റ വാണിജ്യ കപ്പൽ പോലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത്. വെറും വിരലിൽ എണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് ഇതിലൂടെ നീങ്ങുന്നത്. ഇതോടെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സൃഷ്ടിച്ചെടുത്ത ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയാണ് ഇളകിയിരിക്കുന്നത്. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അന്താരാഷ്ട്ര ഊർജ ഏജൻസി വലിയൊരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ റിസർവ് എണ്ണ ശേഖരം അതിവേഗം തീരുകയാണ്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരാൻ പോകുന്നു. തങ്ങളെ തകർക്കാൻ ഇറക്കിയ ഉപരോധത്തിന്റെ മൂർച്ച ഇപ്പോൾ സ്വന്തം അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാന്റെ സൈനിക മികവും സാമ്പത്തിക വളർച്ചയും പാശ്ചാത്യ ശക്തികളെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് നേറ്റോ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇറാന്റെ മിസൈൽ ആക്രമണ സാധ്യതയും സുരക്ഷാ ഭീഷണിയും കാരണം വിമാനം മാറി സഞ്ചരിക്കേണ്ടി വന്നു എന്നത്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും കൈവശമുള്ള ഒരു വൻ ശക്തി ഇറാന്റെ ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടി വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഉപരോധങ്ങൾ കൊണ്ട് തളർത്താൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്നത്തെ ഇറാൻ എന്ന തിരിച്ചറിവ് പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നതിലൂടെ മനസ്സിലാകുന്നത്. മറുഭാഗത്ത് സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്ന രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത. എന്നാൽ വസ്തുത എന്തെന്നാൽ ചർച്ചകൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നിനു പുറമെ ഒന്നായി ലംഘിക്കപ്പെടുമ്പോൾ ഒപ്പുവെച്ച കരാറുകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുന്ന അമേരിക്കയുടെ ചരിത്രം ലോകത്തിന് അറിയാവുന്നതാണ്. അത് വീണ്ടും ഒന്ന് തുറന്നു കാട്ടിയെന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉപാധികൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താക്കളുടെ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാനും. ഇനിയൊരു ചർച്ച സമാധാനം കാണണമെങ്കിൽ ഇറാന്റെ നിലപാടുകൾ ലോകശക്തികൾ അംഗീകരിച്ചേ മതിയാകൂ. അവിടെ മുട്ടുമടക്കാതെ അമേരിക്ക തോൽക്കാതെ ഇറാൻ ഒരിക്കലും പൊരുത്തപ്പെടില്ല.